എത്യോപ്യൻ അഗ്നിപർവ്വതമായ ഹെയ്ലി ഗുബിയിൽ നിന്നുള്ള ചാരമേഘം ഇന്ത്യൻ ആകാശത്തും എത്തിയതോടെ വിമാന സർവീസുകളെ ബാധിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹോങ്കോങ്, ദുബായ്, ജിദ്ദ, ഹെൽസിങ്കി, കാബൂൾ, ഫ്രാങ്ക്ഫർട്ട് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വൈകിയാണ് പറന്നത്. രാജ്യത്തെ പല വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ 2 ദിവസമായി വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തു. 11 സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത്. തിങ്കളാഴ്ച നോവാർക്ക് ഡൽഹി, ന്യൂയോർക്ക് ഡൽഹി, മുംബൈ ഹൈദരാബാദ്, ദോഹ മുംബൈ, ദുബായ് ചെന്നൈ, ദമാം മുംബൈ, ദോഹ ഡൽഹി വിമാന സർവീസുകളും ഇന്നലെ ചെന്നൈ മുംബൈ, ഹൈദരാബാദ് ഡൽഹി, മുംബൈ ഹൈദരാബാദ്, മുംബൈ കൊൽക്കത്ത സർവീസുകളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. ജിദ്ദ, കുവൈത്ത്, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള മുഴുവൻ സർവീസുകളും ആകാശ എയർ റദ്ദാക്കി. അതേസമയം ഇന്നലെ വൈകിട്ടോടെ ചാരമേഘം ഇന്ത്യൻ ഭൂപ്രദേശം വിട്ട് ചൈനീസ് മേഖലയിലേക്ക് നീങ്ങുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് യമൻ, ഒമാൻ, അറബിക്കടൽ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ചാരമേഘം ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെത്തിയത്. അർദ്ധരാത്രിയോടെ ഇത് ഡൽഹിക്ക് സമീപം ചൊവ്വാഴ്ചയോടെ കിഴക്ക് വടക്കൻ ഇന്ത്യയിലേക്കും എത്തുകയായിരുന്നു. 8 മുതൽ 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ നീങ്ങുന്ന ചാരകണികകളാണിത്. അതിനാൽ ഡൽഹി, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലെ വ്യോമയാന പ്രവർത്തനങ്ങളെയാണ് പ്രധാനമായും ബാധിച്ചത്. സാധാരണ അന്തരീക്ഷത്തിന് താഴെ ചാരമേഘം എത്താത്തതിനാൽ ഡൽഹിയിലെ വായുമലിനീകരണത്തെ ഇത് ബാധിച്ചിട്ടില്ല.